എന്താ ചിരിക്കണത്? നിനക്ക് പേ ഇളകിയ മന്ത്രിമാരെന്താ സ്വകാര്യ ആശുപത്രി എല്ലാവരും പോത്തിട്ട് സ്വകാര്യ ആശുപത്രി മന്ത്രിമാരും പോവും, സാധാരണക്കാരനും പോവും, എല്ലാത്തിനും പോവും. ഇപ്പൊ അങ്ങനെയൊന്നല്ല, എപ്പോഴും അങ്ങനെ തന്നെയാ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഏത് ആശുപത്രിയാണോ ആദ്യം നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്ന അങ്ങോട്ട് പോകും. പിന്നെ മെഡിക്കൽ കോളേജിൽ പോകുന്ന എത്ര മന്ത്രിമാരുണ്ട്? ഞാൻ പോയത് മെഡിക്കൽ കോളേജിലാണ്, കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ചിലർ സ്വകാര്യ ആശുപത്രി പോകും. ഞാൻ സ്വകാര്യ ആശുപത്രി പോയി. ഞാൻ ഡെങ്കിപ്പനി വന്നപ്പോൾ 2019 ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു. ഗവൺമെന്റ് ആശുപത്രി ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ ഗവൺമെന്റ് ആശുപത്രി ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുവന്ന് ശുപാർശ ചെയ്തു. എന്നെ അമൃതയെ കൊണ്ടുപോയി. ഞാൻ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്ന് 14 ദിവസം ബോധമില്ലായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ അമൃത ഹോസ്പിറ്റൽ മോശമാണോ? അത് സ്വകാര്യ മേഖലയിൽ കൂടുതൽ ടെക്നോളജി പിന്നെ ഉള്ള ഹോസ്പിറ്റലുണ്ട്. അത്രയും ചിലപ്പോൾ സർക്കാർ ആശുപത്രി വന്ന് കാണത്തില്ല. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. കാരണം സർക്കാർ ആശുപത്രിയിൽ കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥാപനം അതിന്റെ ടെക്നോളജി, അതിന്റെ സാമ്പത്തികമായ സഹായങ്ങൾ കുറവായിരിക്കും. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും. സാധാരണക്കാരൻ ആശ്രയിക്കുന്ന പൊതുജനാരോഗ്യ മേഖല തകർക്കാൻ നടത്തുന്ന ഗൂഢാലോചനയാണ്. അതിനകത്ത് ഒരു ബലിയാടാക്കിയിരിക്കുകയാണ് വീണ ജോർജിനെ. ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. എനിക്ക് എന്താണ് ഒരു കുറവ്? നിനക്ക് കുറവേ ഉള്ളൂ, കൂടുതലില്ലാന്ന്. പാവം സ്ത്രീ അവരെന്ത് ചെയ്തു? അവരെന്ത് ചെയ്യണം? അതുകൊണ്ടല്ലേ എല്ലാവരും ഇറങ്ങിയിരിക്കുന്നത്. അതൊന്നും ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കത്തില്ല. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കത്തില്ല. വീണ ജോർജിനെ സംരക്ഷിക്കും, പൊതുജനാരോഗ്യത്തെ ഞങ്ങൾ സംരക്ഷിക്കും. പിന്നെന്നുള്ള താങ്ങ് തനിക്ക് ഇനിയും പ്രതീക്ഷിക്കാം. കേറിപ്പോ. അയ്യോ ബോംബെ കഷ്ടം. ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയാ.